ഇന്നത്തെ കഥ പാലാഴി മഥനാണ്. ഇപ്പോൾ കേട്ടിട്ടുണ്ടോ പാലാഴി മഥനത്തെക്കുറിച്ച്? അതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഏതാനും വിദ്യാധര സുന്ദരിമാർ ദുർവാസാവ് മഹർഷിക്ക് ഒരു മലർമാല, വളരെ സുഗന്ധവും വളരെ ഭംഗിയുള്ള ഒരു മലർമാല, പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ കൊരുത്ത ഒരു മാല സമ്മാനിച്ചു. ഈ ദുർവാസാവ് മഹർഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അത്രിയുടെ മകനാണ്, ശിവൻ്റെ അംശത്തോടുകൂടി ജനിച്ചവനാണ് എന്നൊക്കെയാണ് പറയുക. പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്, ക്ഷിപ്രകോപിയാണ്. എന്ന് വെച്ചാൽ എന്താ, വളരെ പെട്ടെന്ന് ദേഷ്യം വരും, ശപിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹർഷിയാണ്, ഒരു മുനിയാണ് ദുർവാസാവ് മഹർഷി. അപ്പോൾ ഈ മഹർഷിക്കാണ് ഈ മലർമാല്യം സമ്മാനിച്ചത്. മഹർഷി എന്ത് ചെയ്തു? മഹർഷിക്ക് എന്തായാലും പൂക്കളെ കൊണ്ട് കൊരുത്ത ഈ മാലയുടെ ആവശ്യം ഇല്ല. പക്ഷെ എന്നാലും ഒരു സമ്മാനമായിട്ടൊരു സാധനം കിട്ടുമ്പോൾ അത് തിരസ്കരിക്കണ്ടെന്ന് വിചാരിച്ച് അത് സ്വീകരിച്ച് അദ്ദേഹം ദേവേന്ദ്രന് സമ്മാനിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ ആ മാല്യം വളരെ ഭക്തിപൂർവം സ്വീകരിച്ച് തൻ്റെ ശിരസിൽ ചൂടുവാൻ ഒരുങ്ങി. അപ്പോൾ അത് ആ ഒരു വേണി, ആ മുടിയൊന്ന് അഴിച്ച് അതിൻ്റെ മുകളിൽ ചൂടാൻ ഉള്ള സമയത്ത് ഒരു കുറച്ച് നേരം അത് ഐരാവതം, തൻ്റെ ഐരാവതം എന്ന ആനയുണ്ട് ദേവേന്ദ്രന്, അതിൻ്റെ മുകളിലൊന്ന് വെച്ചു. പക്ഷേ ആ സമയത്ത് മാലയിൽ നിന്നും വളരെ ഹൃദ്യമായ പരിമളമാണ്, ഫ്രാഗ്രൻസ് വരിക. അതിലാകൃഷ്ടരായിട്ട് അവിടെ വണ്ടുകൾ വന്നു. എന്നിട്ടോ ആ വണ്ടുകൾ ഈ ഐരാവതം എന്ന ആനയുടെ കണ്ണിലും ചെവിയിലും ഒക്കെ കയറി ശല്യപ്പെടുത്തി. അപ്പോൾ ആന എന്താ ചെയ്തത്? ആനയ്ക്കറിയില്ലല്ലോ ദുർവാസാവ് മഹർഷി ശപിക്കുന്നോ ദേഷ്യം വരുമെന്നോ ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. ആന തുമ്പിക്കൈ ഉയർത്തി മസ്തകത്തിൽ നിന്നും ആ മാല എടുത്ത് താഴ്ത്തിട്ട് ചവിട്ടി പൊടിച്ചു കളഞ്ഞു. ഇതെല്ലാം ആരുടെ മുമ്പിൽ തന്നെയാണ് സംഭവിച്ചത്? അത് സമ്മാനമായിട്ട് ദേവേന്ദ്രന് കൊടുത്ത മഹർഷിയുടെ, ദുർവാസാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ സംഭവിച്ചത്. ദുർവാസാവിന് അത് കണ്ടിട്ട് സഹിക്കുമോ? കോപാന്ധനായി. അദ്ദേഹം ഉടനടി ശപിക്കുകയും ചെയ്തു. എടാ അധികാരിയായ ഇന്ദ്ര, ഞാൻ തന്ന മാലയെ നീ തെല്ലും ബഹുമാനിക്കാതെ നിൻ്റെ വാഹനമായ ഐരാവതത്തെ കൊണ്ട് ചവിട്ടി പൊടിപ്പിച്ചു അല്ലേ? അപ്പം പിന്നെ നിനക്കും നിൻ്റെ വംശത്തിനും ജരാനര വന്ന് ഭവിക്കട്ടെ. ഇങ്ങനെയാണ് ശപിച്ചത്. എന്താ ഈ ജരാനര? ജരാനര എന്ന് പറഞ്ഞാൽ ദേവന്മാർ വയസ്സാവില്ല, അവർക്ക് നിത്യ യൗവനാണ്. നമ്മൾ മനുഷ്യർക്കാണ് ഈ വയസ്സാവുക, നരയ്ക്കുക, അത് കഴിഞ്ഞാൽ മരിക്കുക, അതൊക്കെ സംഭവിക്കുക. ഇപ്പോൾ ദേവന്മാർക്ക് അവർക്ക് അവസാനമുണ്ട്, ജീവിതത്തിൻ്റെ അവസാനം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഉണ്ട്. പക്ഷേ ജരാനരകൾ അവരെ ബാധിക്കില്ല. പക്ഷെ അത് ബാധിക്കും എന്നാണ് ശാപം. അപ്പോൾ വളരെ വിഷമിച്ചു ദേവേന്ദ്രൻ. എന്നിട്ട് പറയും, മഹാമുനെ, അടിയൻ അഹങ്കാരമോ അവിവേകമോ ഒന്നും കാണിച്ചില്ല. വിവേക ബുദ്ധിയില്ലാത്ത ആനയല്ലേ ഇതൊക്കെ കാണിച്ചത്. അതുകൊണ്ട് അടിയനെ ശപിച്ചത് കഷ്ടമാണ്, സങ്കടമാണ്. ശാപമോചനം നൽകി അടിയനെ അനുഗ്രഹിക്കണം. അത് കേട്ടപ്പോൾ ശരിയാണ്, ശപിക്കേണ്ടായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ എന്താ ചെയ്യുക, ശപിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദുർവാസാവ് ഇനിയിപ്പോൾ ശാപമോക്ഷം കൊടുക്കാനേ പറ്റുള്ളൂ ദുർവാസാവിനെ. അപ്പോൾ ദുർവാസാവ് പറയും, ഞാൻ ശപിച്ചത് ഇനിയിപ്പോൾ തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ല. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതം സേവിച്ച ശാപമോചനം സിദ്ധിക്കും എന്ന് മാത്രമല്ല, അമൃതം ഭക്ഷിച്ച രോഗമരണാദികളും ആർക്കും ഉണ്ടാകുന്നതല്ല, നിത്യയൗവനവും സിദ്ധിക്കും. അങ്ങനെ പറഞ്ഞ് ദുർവാസാവ് മഹർഷി അവിടുന്ന് പോയി. അപ്പോൾ ദുർവാസാവിൻ്റെ ഈ ശാപവൃത്താന്തം ദേവലോകത്ത് ദേവന്മാരെല്ലാവരും അറിഞ്ഞു. അവരാകെ പരിഭ്രാന്തരായി. എല്ലാവരും സത്യലോകത്ത് ചെന്ന് ബ്രഹ്മദേവൻ്റെ മുമ്പിൽ സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ തന്നെ ബ്രഹ്മാവ് എന്താ പറഞ്ഞത്? എല്ലാവരും വരൂ, നമുക്ക് കൈലാസത്തിലേക്ക് പോവാമെന്ന് പറഞ്ഞു. കൈലാസത്തിൽ ആരാ ഉള്ളത്? സാക്ഷാൽ ശിവഭഗവാനാണ് അവിടെ ഉള്ളത്. നമുക്ക് ഭഗവാനെ കണ്ട് സങ്കടം ബോധിപ്പിക്കാമെന്നും പറഞ്ഞ് അവർ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ശിവനോട് ഇവർ പറഞ്ഞു, സങ്കടം പറഞ്ഞപ്പോൾ ശിവൻ എന്താ പറഞ്ഞത്? ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ശ്രീനാരായണനാണ്, വിഷ്ണു ഭഗവാനാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വിഷ്ണുവിൻ്റെ അടുത്തേക്ക്, ആരാണ്? മഹേശ്വരനും ബ്രഹ്മാവും ദേവന്മാരും സനക നാരദാദി മുനികളും എല്ലാവരും ചേർന്ന്
പാലാഴിയിലേക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു. മഹാവിഷ്ണു ആ സമയം പള്ളി നിദ്ര ചെയ്യായിരുന്നു, ഉറങ്ങുമായിരുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തിനെ സ്തുതിച്ചപ്പോൾ അദ്ദേഹം കണ്ണൊക്കെ തുറന്ന് അവരെയൊക്കെ ഇങ്ങനെ വീക്ഷിച്ച് ഒന്ന് മന്ദഹസിച്ചു, ചിരിച്ചു. അപ്പോൾ മൂർത്തികൾ മൂവരും, അതായത് ത്രിമൂർത്തികളുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, എല്ലാവരും ശാപവൃത്താന്തം മഹാവിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പാലാഴി മഥനം ചെയ്താൽ മാത്രമേ ഇതിന്നൊരു മുക്തി ഉണ്ടാവുള്ളൂ. സൊല്യൂഷൻ എന്താണ്? പാലാഴി മഥനം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അമൃതം സേവിക്കാനാണല്ലോ പറഞ്ഞത് ദുർവാസാവ്. അങ്ങനെ പാലാഴി മഥനം ചെയ്യാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ഇപ്പോൾ ദേവകളും അസുരകളും തമ്മിലുള്ള അവർ തമ്മിൽ ശത്രുതയാണ്. അതൊക്കെ മറന്ന് പരസ്പരം സഹകരിച്ചിട്ട് യോജിച്ചിട്ട് വേണം മഥനം ആരംഭിക്കുവാൻ. കാരണം എന്താ? പാലാഴി മഥനം എന്ന് വെച്ചാൽ ഈ തൈര് കടയും നമ്മൾ വീട്ടിൽ, എന്നിട്ടാണ് അതിൽ നിന്നാണ് വെണ്ണ കിട്ടുക. ആ കടയലിനെയാണ് എന്ത് പറയുക? മഥനം. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മളൊരു തൈര് കടയുന്ന പോലെയല്ല, ഒരു വലിയ സമുദ്രമാണ് കടയുന്നത്. അപ്പോൾ അതിന് കടക്കോലായിട്ട് അത്രയും വലിയൊരു സാധനം വേണം. അപ്പോൾ ഇതൊന്നും ചെറിയ നിസ്സാരമായ കാര്യങ്ങളല്ല. അപ്പോൾ ദേവന്മാർ മാത്രം പോരാ, അതിശക്തരായ അസുരന്മാർ കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും അവസാനിപ്പിക്കാനും കഴിയൂ. അതുകൊണ്ടാണ് എല്ലാവരുടെയും സഹകരണം ഇതിൽ വേണമെന്ന് പറയുന്നത്. അങ്ങനെ മഹാവിഷ്ണുവാണ് പറയുക, എല്ലാവരും വളരെ സഹകരിച്ച് പാലാഴി മഥനം ചെയ്യണം. പിന്നെയോ മഥനം ചെയ്യുമ്പോൾ പാശം, അതായത് കയറായി, കടക്കോല് കെട്ടുന്ന കയറായിട്ട് വാസുകിയെ ഉപയോഗിക്കാം. പിന്നെയോ ആ കടക്കോലായി മത്തായിട്ട് മന്ദര പർവ്വതത്തെ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാവരും അത് സമ്മതിച്ചു. അസുരന്മാരെ ക്ഷണിക്കുവാൻ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ അവരുടെ അടുത്ത് ചെന്നു. അപ്പോൾ മഹാബലിയാണ് അവിടെ ഉണ്ടായിരുന്നത്, അവരുടെ ചക്രവർത്തി മഹാബലിയായിരുന്നു. അപ്പോൾ വിഷ്ണു തങ്ങളെ പറ്റിക്കും കബളിപ്പിക്കും എന്നുള്ള വിശ്വാസത്തിൽ അസുരന്മാരൊന്നും ആ ക്ഷണം സ്വീകരിച്ചില്ല. ഉടനെ മഹാദേവൻ, അതായത് ശിവൻ, തൻ്റെ ഭൂതഗണങ്ങളെ അയച്ച് അവരെ ക്ഷണിച്ചു വരുത്തി. അസുരന്മാർക്ക് എല്ലാവർക്കും സമ്മതനായൊരു ദേവൻ ശിവനാണ്. അങ്ങനെ ശിവഭൂതങ്ങൾ വിളിച്ചപ്പോൾ അവർ വന്നു. എന്നിട്ടോ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്നു. അങ്ങനെ പരമശിവൻ, അതിനും ഭൂതഗണങ്ങൾ തന്നെയാണ്, പരമശിവൻ അവരെ തന്നെയാണ് അയച്ചത്. അങ്ങനെ എല്ലാവരും കൂടി പോയി കഴിവറ്റ് പരിശ്രമിച്ചിട്ടും ആ മന്ദരപർവ്വതത്തെ ഒന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ക്ഷീണിച്ച് ഭൂതഗണങ്ങളൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ മഹാവിഷ്ണു പറയും, ആരോടാണ്? അനന്തനോട്. അനന്തശയനം നടത്തുന്ന ആളല്ലേ മഹാവിഷ്ണു. അതിൽ അനന്തനോട് പറയും മന്ദരപർവ്വതത്തെ എടുത്തുകൊണ്ടുവരാൻ. അങ്ങനെ ആദിശേഷൻ ഉടനെ ചെന്ന് ആ ശൈലത്തെ, ആ പർവ്വതത്തെ തെല്ലും പ്രയാസമില്ലാതെ ഒരു കടുകുമണി പോലെ അങ്ങ് പത്തിയുടെ മുകളിൽ എടുത്തുകൊണ്ട് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ഇനി ആരെയാണ് കൊണ്ടുവരേണ്ടത്? വാസുകി. കയറായിട്ട് ഉപയോഗിക്കേണ്ടത് വാസുകീനെയല്ലേ. അപ്പോൾ അങ്ങനെ വാസുകിയെ കൊണ്ടുവരേണ്ടതാണ് അടുത്ത പരിപാടി. അതിനായിട്ട് വിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെയാണ് നിയോഗിച്ചത്. ഗരുഡനോട് പറയും, പോയി വാസുകിയെ കൊണ്ടുവരൂ എന്ന് പറയും. അങ്ങനെ പരമശിവൻ്റെ ആഭരണമാണല്ലോ വാസുകി. ആ വാസുകി അപ്പോൾ കൈലാസത്തിലാണ്. അപ്പോൾ അഹങ്കാരത്തോടെ ഗരുഡൻ പോയി. ഗരുഡൻ പറന്നിട്ട് പെട്ടെന്ന് തന്നെ കൊത്തിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴോ വാസുകിയുടെ അന്തമില്ലാത്ത വാല്, എവിടെയാണ് ഇതിൻ്റെ ഒരു അറ്റം എന്ന് കണ്ടുപിടിക്കാൻ തന്നെ ആർക്ക് പറ്റണില്ല? ഗരുഡന് പറ്റണില്ല. ഗരുഡൻ വീണ്ടും താഴെ വന്ന് ഇങ്ങനെ വാലിങ്ങനെ കൊത്തിയെടുത്ത് നോക്കുമ്പോൾ അതൊന്നും അറ്റമല്ല, അതൊക്കെ മധ്യഭാഗം, മിഡിലായിട്ടേ ഉള്ളൂ. അങ്ങനെ വീണ്ടും പകുതിയിലേറെ ശരീരം ഇങ്ങനെ ഭൂമിയിൽ തന്നെ കിടക്കുകയാണ്. ഗരുഡൻ പിന്നെയും താഴെ വന്ന് വീണ്ടും കൊത്തിക്കൊണ്ടുയരും, വീണ്ടും താഴെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഗരുഡൻ അവസാനം അഹങ്കാരമൊക്കെ അങ്ങ് മാറി അവസാനം തളർന്നു പോയി. ആ പ്രവരൻ അതെന്ന് വെച്ചാൽ ആ സർപ്പത്തെ, ആ പാമ്പിനെ എടുക്കാനേ പറ്റണില്ല, കൊത്തിയെടുത്ത് കൊണ്ടുവരാൻ ഗരുഡന് സാധിക്കുന്നതേയില്ല. നിരാശനായി വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ച് തല കുമ്പിട്ട് നാണിച്ചിട്ടാണ് തിരിച്ചു ചെന്നത്. അത് കണ്ട് ചന്ദ്രചൂഡൻ, അതാരാ? ശിവൻ, ഒരു ചെറു പുഞ്ചിരിയോടെ മെല്ലെ കൈ അങ്ങ് നീട്ടിക്കൊടുക്കും. വലത്തെ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ
വാസുകി വളരെ അനുസരണയോടുകൂടി ആ കയ്യിൻ്റെ മുകളിൽ അങ്ങ് ഇഴഞ്ഞ് കയറി ഒരു കാഞ്ചന കങ്കണം, ഒരു സ്വർണ്ണ വള പോലെ ചുറ്റിക്കിടന്നു. അങ്ങനെ പാലാഴി മഥനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ആയല്ലോ. ഇനി മഥനമാണ്. അപ്പം മന്ദിരത്തെ മത്താക്കിയിട്ട് ആഴിയിലിട്ട് ഇങ്ങനെ സാഗരത്തിൽ ഇട്ട് വാസുകിയെ പാശമാക്കി ഇങ്ങനെ മഥനം ആരംഭിച്ചു. അപ്പോൾ ഈ വാസുകിയുടെ തലയുടെ ഭാഗത്ത് അസുരന്മാരാണ് നിൽക്കുന്നത്, വാൽ ഭാഗത്ത് ദേവന്മാരുമാണ് പിടിച്ചത്. എന്നിട്ട് ഒരു കൂട്ടർ അയക്കുമ്പോൾ മറ്റൊരു വലിക്കും, മറ്റൊരു അയക്കുമ്പോൾ ഇവർ വലിക്കും. അങ്ങനെയാണ് മഥനം. നമ്മൾ പാൽ കയറ് കൊണ്ട് ഈ കൃഷ്ണൻ്റെ ഗോപികമാർ ചെയ്യണ കാണാം, അല്ലെങ്കിൽ യശോദ ചെയ്യണ കാണാം, പാൽ കടയണത്. അതിലൊരു കയറ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത് സങ്കല്പിക്കുക കേട്ടോ. അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സാഗരം ക്ഷോഭിച്ച് കലങ്ങി പതഞ്ഞുയർന്നു. ഈ കടലേ അങ്ങനെ ഭയങ്കര തിരമാലകളൊക്കെ വന്ന് ഇളകി മറിഞ്ഞു. അപ്പോൾ ഈ മന്ദരപർവ്വതം ചെരിയാതെ ഇങ്ങനെ അതിശക്തനായ ബാലിയൊക്കെ ഉണ്ട്, ബാലി സുഗ്രീവന്മാരൊക്കെ ഉണ്ട് ഇതിൽ സഹായിക്കാൻ. അപ്പോൾ ബാലി അത് ചെരിയാതെ ഒറ്റയ്ക്ക് അത് പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാലും ഈ ശക്തിയിൽ, ഈ മഥനത്തിൻ്റെ അത്യുഗ്ര ശക്തിയിൽ പർവ്വതം വാസുകിയുടെ ആ ബന്ധം വിട്ട് വഴുതി താഴോട്ട് കടലിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അയഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദേവാസുരന്മാരും മഹർഷികളും ഒക്കെ അമ്പരന്ന് പോയി. അയ്യോ, ഇത് താഴെ പോവുകയാണല്ലോ, എന്ത് ചെയ്യും? ആ സമയത്ത് മഹാവിഷ്ണു തൻ്റെ വേറൊരു അവതാരം എടുക്കുക. അതേതാണ്? കൂർമ്മ അവതാരം. ഒരു ആമയായിട്ട് അവതരിച്ചു. എന്നിട്ടോ കടലിൻ്റെ അടിയിലൂടെ വന്ന് പർവ്വതത്തെ തൻ്റെ മുതുകിലേറ്റി മേൽപോട്ട് ഉയർത്തി ആവശ്യത്തിലധികമായി ആ പർവ്വതത്തെ അങ്ങ് മുകളിലോട്ട് ഉയർത്തി നിർത്തും. അങ്ങനെയാണ് ആ കൂർമാവതാരം സംഭവിച്ചത്. മറ്റുള്ള അവതാരങ്ങളൊക്കെ ഓർമ്മയില്ലേ? അതിലെ കൂർമാവതാരം സംഭവിക്കാൻ ഇടയായതാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ മഥനം വീണ്ടും ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയാൽ വാസുകി ആകെ വലിഞ്ഞുലഞ്ഞു ക്ഷീണിച്ചു പോയി. അപ്പോൾ കത്തിജ്വലിക്കുന്ന കൊടിയ വിഷം അത് ഛർദ്ദിച്ചു. അപ്പോൾ ഘോരമായ ആ വിഷം താഴെ വീണ് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ സർവ്വവും എന്ത് വെണ്ണീറാകുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താ ഭഗവാൻ മഹേശ്വരൻ എന്താ ചെയ്തത്? ശിവൻ അത് തൃക്കൈയിൽ വാങ്ങി, ആ വിഷം വാങ്ങി സ്വയം ഭക്ഷിച്ചു. വീണ്ടും പാലാഴി മഥനം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അനുക്രമമായി, അതായത് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് സുരഭി എന്ന കാമധേനു, ഉച്ചൈസ്രവസ് എന്ന ശ്രേഷ്ഠമായ കുതിര, പിന്നെ ഐരാവത സദൃശമായ 4 കൊമ്പുള്ള വെള്ള ആന, രത്നപ്രഭമായ ചന്ദ്രക്കല, നിസ്തുല കാന്തി ഒഴുകുന്ന കൗസ്തുഭരത്നം, പാരിജാതം, അത് ഒരു മരമാണ്, വളരെ സുഗന്ധമുള്ള പൂക്കളുണ്ടാവുന്ന ഒരു മരം, കൽപ്പകവൃക്ഷം, താര എന്ന സുന്ദരീധാമം, അപ്സരനാരികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ പൊന്തി വന്നു ഈ സാഗരത്തിൽ നിന്ന്. അതിൽ സുരഭി എന്ന പശുവിനെ മഹർഷിമാരെ, ഉച്ചൈസ്രവസിനെ വെള്ള ആനയെയൊക്കെ ദേവേന്ദ്രനെടുത്തു, ചന്ദ്രക്കലയെ പരമശിവനെടുത്തു, കൗസ്തുഭത്തെ മഹാവിഷ്ണു എടുത്തു, താര എന്നുള്ള ആ സ്ത്രീയെ ബാലി എടുത്തു, പാരിജാതത്തെയും കൽപ്പകവൃക്ഷത്തെയും ഒക്കെ അപ്സരനാരികളെയൊക്കെ ദേവകളെടുത്തു, വാരുണിയെ അസുരന്മാരെടുത്തു. അങ്ങനെ വീണ്ടും ആഴിയിൽ നിന്ന് ഇങ്ങനെ വിശിഷ്ടമായ കാര്യങ്ങളിങ്ങനെ ഉയർന്നു വരിക. അതിൽ നിന്ന് ജ്യേഷ്ഠ എന്ന അമംഗള, അതായത് ചീത്ത ഒരു നാരി എന്നാ പറയുക, മൂത്ത ദേവി മൂദേവി അങ്ങനെ പറയും. അങ്ങനെ ഐശ്വര്യം കെട്ടവൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അവർ വന്നു. പിന്നെ വന്നതോ പാലാഴി മധ്യത്തിൽ നിന്നും മുളച്ച ഒരു ചെന്താമര പുഷ്പത്തിലെ 4 പാടും ദിവ്യപ്രഭ വിതറിക്കൊണ്ട് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഉദയം ചെയ്തു. ആ ജഗന്മോഹിനി കരതലത്തിലൊരു വരണമാലയുമായിട്ടാണ് വന്നത്. എന്നിട്ടോ മഹാവിഷ്ണുവിൻ്റെ മനോഹര ഗളത്തിൽ ആ മാല അർപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെയായി. പിന്നെ ദേവന്മാർക്കെല്ലാം ആഘോഷമായിരുന്നു. ആ മഹാലക്ഷ്മി വന്നപ്പോൾ ഭഗവാൻ ആ ദേവിക്ക് തിരുമാറിൽ സ്ഥാനം നൽകി. അങ്ങനെ ആ സമയം അമ്പരത്തിൽ അത്ഭുത തേജസ് പ്രകാശിച്ചു എന്നാണ് പറയണത്. ദേവവൃന്ദങ്ങളും മഹർഷികളും പരമാനന്ദ
തുന്തിലരായി നൃത്തം ചെയ്തു. നാരദൻ വിഭജികയിൽ ഗീതങ്ങൾ ആലപിച്ചു. ദേവേന്ദ്രൻ ദേവിക്ക് രത്നപീഠം നൽകി. മഹർഷികൾ വേദമന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ, ആ സന്തോഷ കോലാഹലത്തിനിടയിലെ ഒരു സ്വർണ്ണ പാത്രത്തിലെ അമൃതുമായിട്ട് ധന്വന്തരമൂർത്തി ജലോപരിതലത്തിൽ വന്നു. അങ്ങനെ അവർക്ക് വേണ്ട അമൃത് ആരാ കൊണ്ടുവന്നത്? ധന്വന്തരി മൂർത്തിയാണ് കൊണ്ടുവന്നത്. അത് അസുരന്മാരാണ് ആദ്യം കണ്ടത്. അവർ ബഹളത്തിനിടയിൽ അമൃത കലശവും തട്ടിയെടുത്ത് അവരവിടുന്ന് സ്ഥലം വിട്ടു. അങ്ങനെയാണ് ദേവന്മാർക്ക് അവർക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയത്. അയ്യോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അമൃത ആരാ കൊണ്ടുപോയത്? അസുരന്മാരെ ഇവർക്ക് കൊടുക്കാതെ അത് കൊണ്ടുപോയി. അപ്പോൾ അസുരന്മാരുടെ ചതി ദേവകൾക്ക് വളരെ വിഷമമുണ്ടാക്കി. ഇനിയിപ്പോൾ അവരെ തേടി പിടിച്ച് അവരുമായി യുദ്ധം നടത്തിയിട്ടൊക്കെ വേണം അമൃതകുംഭം തിരിച്ചു വാങ്ങാൻ. പക്ഷേ ഇവർക്ക് അതിനുള്ള ശക്തി ഇപ്പോൾ ഇല്ലല്ലോ. ജരാനരയൊക്കെ ബാധിച്ചു തുടങ്ങി. അവരാകെ ക്ഷീണിതരാണ്. അതുകൊണ്ട് യുദ്ധത്തിലൊന്നും വിജയിക്കുക എന്നുള്ളത് സംഭവ്യമല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വീണ്ടും ഭഗവാനോട്, വിഷ്ണു ഭഗവാനോട്, ഇനി ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് വെറുതെ ആയല്ലോ ഭഗവാനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അമൃതകുംഭം കൊണ്ട് അവർ പോയില്ലേ, ഇനിയിപ്പോൾ ദുർവാസാവിൻ്റെ ശാപഫലം ഞങ്ങൾ അനുഭവിക്കണം എന്നായിരിക്കും വിധി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയും, നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നേ, ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്നോ സമാധാനപ്പെടുത്തി. അങ്ങനെ ഈ സമയത്ത് വിഷ്ണു വേറൊരു അവതാരം കൂടി എടുക്കുകയാണ്. അത് നമ്മുടെ ദശാവതാരത്തിൽ പറയുന്നില്ല. ആ അവതാരത്തിൻ്റെ പേരാണ് മോഹിനി. മോഹിനിയുടെ അവതാരം മോഹിനി രൂപത്തിൽ വരുന്നുണ്ട് ഇവിടെ. മഹാവിഷ്ണു എന്തിനാ മോഹിനിയുടെ അവതാരം എടുക്കാൻ കാരണം? ഈ ദേവകൾക്ക് വേണ്ടിയിട്ടാണല്ലോ പാൽക്കടൽ കടഞ്ഞത്. എന്നിട്ട് ആ അമൃത അവർക്ക് കൊടുക്കാതെ, അവർക്കൊരു തരി പോലും കൊടുക്കാതെ ഒരു ചതിയിലൂടെ അവരെ പറ്റിച്ചുകൊണ്ടാണ് അസുരന്മാരെ അതും കൊണ്ട് പോയത്. അപ്പോൾ അത് അധർമ്മമല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പാഠവും പഠിപ്പിക്കണം. ആ അമൃതെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുകയും വേണം. അവർക്കാണല്ലോ അസുഖമുള്ളവരല്ലേ മരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ ചതിയും വഞ്ചനയും നടത്തുന്നവർക്ക് അതിനൊന്നും അർഹതയില്ല. അപ്പം അതുകൊണ്ട് മോഹിനി രൂപം എടുത്ത് അവരെ ദേവന്മാരെ രക്ഷിക്കാൻ തന്നെ മഹാവിഷ്ണു തീരുമാനിച്ചു. എന്താ ചെയ്തത്? ഒരു സുന്ദരിയായൊരു യുവതിയുടെ വേഷത്തിൽ വന്നു. ആരുടെ മുമ്പിലാണ് വന്നത്? അസുരന്മാരുടെ മുൻപിൽ വന്നു. ഈ സമയത്ത് അസുരന്മാരെന്താ ചെയ്തിരുന്നതെന്നറിയോ? എല്ലാവരും കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി അമൃതം ഭക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരിങ്ങനെ നിരന്നിരിക്കുക. ആരാണ് വിളമ്പേണ്ടത് എന്നുള്ള ആലോചനയാണ്. അപ്പോൾ ഓരോരുത്തരും പറയും, ഞാൻ വിളമ്പാം എന്ന് പറഞ്ഞിട്ട് പലരും മുന്നോട്ട് വന്നു. അപ്പോൾ വിളമ്പുന്ന ആൾക്കാർ കൂടുതൽ ഭക്ഷിച്ചാലോ എന്നുള്ള സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് ആരെയും വിളമ്പാൻ സമ്മതിക്കാതെ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ സുന്ദരിയായ മനോഹര തരുണി മോഹിനി അവിടെ വരുന്നത്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഈ സ്ത്രീ അവിടെ എത്തിയപ്പോൾ അസുരന്മാർക്കൊക്കെ അത്ഭുതമായി. ഏതാ ഈ സ്ത്രീ, ഏതാ ഈ സുന്ദരി വന്നിരിക്കുന്നത്? അപ്പോൾ എല്ലാവർക്കും അവരുടെ രൂപവും അവരുടെ പുഞ്ചിരിയും എല്ലാം ഇഷ്ടമായി. അത് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പം മഹാവിഷ്ണുവിനെ എന്തായാലും നമ്മൾ ആ രൂപത്തിൽ ആകൃഷ്ടരാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരും അങ്ങനെ തന്നെയാണ്, അറിയാതെയാണെങ്കിലും. അപ്പോൾ അവർ ചോദിച്ചു, ആരാ സുന്ദരി നീ? എവിടുന്നാ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറയും, ഞാനും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു ദാനവ സ്ത്രീ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഉറ്റവരും ഉടയവരും ഒന്നുമില്ല. ഞാനിങ്ങനെ ഒരു വിവാഹം കഴിക്കണം എന്ന ചിന്തയിൽ ഒരു നല്ല മനുഷ്യനെ അല്ലെങ്കിൽ നല്ലൊരു അസുരനെ കിട്ടുകയാണെങ്കിൽ വിവാഹം ചെയ്യാമെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നതാണെന്ന് പറയും. അപ്പോൾ അവർക്ക് സന്തോഷമാവും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ ഇങ്ങനെ പറയുകയാണ്, യോഗ്യതകൾ പറയുകയാണ്. എന്തുകൊണ്ടും നിനക്ക് അനുരൂപനായ ഭർത്താവ് ഞാനാണെന്ന് അങ്ങനെ ഓരോരുത്തരും പറയും. അപ്പോൾ അവർ മഹാബലി ചക്രവർത്തിയുടെ പ്രത്യേക സേവകനാണ് ഞാൻ, അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ യോഗ്യത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇഷ്ടമാണ്. എന്നാലും ആരാണ് കൂടുതൽ യോഗ്യനെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു മോഹിനി. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും അമൃത് ഉണ്ണാൻ ഭാവിക്കുകയല്ലേ, അത് കഴിയട്ടെ.
അപ്പോൾ അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അപ്പോൾ ഏറ്റവും ക്ഷമാശീലനായ ഒരു ധന്യനെയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് അതെൻ്റെ ഒരു സ്വകാര്യമായ വ്രതമാണ്, ആഗ്രഹമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് ഇവിടെ അമൃത് വിളമ്പുന്ന കാര്യത്തിൽ ഒരു തർക്കമുള്ളത് ഞാൻ കേട്ടു. അപ്പം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിളമ്പിത്തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരും എന്നെ തുറിച്ച് നോക്കരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണും അടച്ച് വായും തുറന്നിരിക്കണം. ഞാൻ ഓരോരുത്തരുടെ വായിലും വ്യത്യാസമില്ലാതെ വളരെ തുല്യമായിട്ട് അമൃത് ഒഴിച്ചു തരാം. ഒടുവിൽ കണ്ണ് തുറക്കുന്നവനാരോ അവനായിരിക്കും ഏറ്റവും ക്ഷമയുള്ള ആൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആളെ ഞാൻ വിവാഹവും കഴിക്കാം. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും അതോടൊപ്പം നടക്കുമല്ലോ. അത് കേട്ട് എല്ലാവരും പറഞ്ഞു സമ്മതം, പൂർണ്ണ സമ്മതം. എല്ലാവരും ഒരേ സ്വരത്തിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും കയ്യും കെട്ടി കണ്ണും പൂട്ടി അവിടെ ഇരിപ്പായി. സമയം കുറേ കഴിഞ്ഞു. ഇവർ കണ്ണും കെട്ടി കണ്ണും ഇങ്ങനെ അടച്ച് വാ തുറന്നിരിക്കുകയാണ്. പക്ഷേ കുറേ നേരമായിട്ടും ആരുടെയും വായിൽ അമൃത് വീഴുന്നില്ല. അങ്ങനെ ഇവർ വിചാരിച്ചു, ആദ്യം അവർ വിചാരിച്ചു അവിടുന്ന് ഒഴിച്ചൊഴിച്ച് വരികയല്ലേ. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തു. പക്ഷേ വായൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവരും കൃത്യമായി വായിലൊഴിച്ചു കൊണ്ടുവരുന്നതിനായിരിക്കാം താമസം എന്ന് ഓരോരുത്തരും ചിന്തിച്ചു. അങ്ങനെ ക്ഷമ നശിച്ചു അവസാനം. എന്നിട്ട് അതിലൊരാൾ പകുതി കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എന്താ അവസ്ഥ? ആ പെണ്ണിൻ്റെ പൊടി പോലും അവിടെയൊന്നുമില്ല. അപ്പം അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ, നമ്മളെ ചെണ്ട പൊട്ടിച്ചു കടന്നു കളഞ്ഞിരിക്കുന്നു, പറ്റിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു, അമൃതകുംഭവും കാണാനില്ല, ആ പെണ്ണിനെയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമായി. അവർക്ക് ആകെ നാണക്കേടും തോന്നി. അവരെ പറ്റിച്ചില്ലേ. എന്നിട്ട് മഹാവിഷ്ണു എന്താ ചെയ്തത്? മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണു വേഗം തന്നെ ആ അമൃത് ദേവന്മാർക്ക് കൊടുത്തു. ആ മായാമോഹിനി വേഷം ഉപേക്ഷിച്ചു. ഈ സമയം ഈ മോഹിനി രൂപത്തിൽ വന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് ആരറിഞ്ഞു? രാഹു എന്നുള്ള ഒരു അസുരൻ അറിഞ്ഞു. എന്നിട്ടോ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷം പൂണ്ട് അമൃത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവന്മാരുടെ അരികത്ത് വന്ന് യാചിച്ചു, ഹേ പുണ്യാവന്മാരെ, നിങ്ങൾ കഴിക്കുന്ന അമൃതിൻ്റെ ഒരു അംശം ഈ വൃദ്ധനും കൂടി തരണേ. ദേഹം സ്വാധീനമില്ലാത്തതുകൊണ്ട് ആ പുണ്യ അമൃതം ലേശം കഴിച്ചാൽ ഒരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ്. അത് ചില അവസരങ്ങളിൽ ചില കഥകളിൽ വേഷം മാറി ദേവന്മാരുടെ വേഷത്തിൽ വന്നു എന്ന് പറയുന്നുണ്ട്. എന്തു തന്നെയായാലും രാഹു എന്ന അസുരൻ വേഷപ്രച്ഛന്നനായി അമൃത് ഭക്ഷിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ അവരറിയാതെ കടന്നുകൂടി. ദേവന്മാരുടെ അവർ ഭക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ആർക്കും കിട്ടിയൊരംശം ഈ രാഹുവിനും കിട്ടി. അങ്ങനെ ഇത് ബ്രാഹ്മണനല്ല, പാപിയായ അസുരനാണ്. ഇതിൻ്റെ വായിൽ ദംഷ്ട്രങ്ങളുണ്ടല്ലോ എന്ന് ആര് കാണും? അവിടെ ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാരെ ശ്രദ്ധിച്ചു. ഇത് കേട്ട് വിഷ്ണു ഭഗവാൻ എന്താ അപ്പം തന്നെ ചെയ്തത്? സുദർശനമെടുത്ത് അവൻ്റെ കഴുത്തിൻ്റെ നേർക്ക് എറിഞ്ഞു. അമൃതിൻ്റെ ഒരംശം കഴുത്തിൽ തങ്ങി നിൽക്കുന്നതിനാൽ കഴുത്ത് അറ്റുപോയെങ്കിലും തലയും ഉടലും വേർപ്പെടാതെ ഒരു പാമ്പിനെ പോലെ നിലത്ത് വീണു. എന്നിട്ട് ഇഴഞ്ഞു. ഇപ്പോൾ തൊണ്ടയിൽ അമൃതാംശം പറ്റിയിരുന്നതിനാൽ തലയ്ക്ക് ജീവനുണ്ടായി. വയറ്റിൽ അമൃത് പ്രവേശിക്കാതിരുന്നതിനാൽ ഉടലിന് ജീവനില്ലാതെയും വന്നു. ആ അസുരൻ്റെ പേര് വിധുന്ധുതൻ. അപ്പോൾ വിധുന്ധുതൻ അല്ലെങ്കിൽ രാഹു, അതാണ് പേര്. അപ്പോൾ ജീവനില്ലാത്തതും എന്നാൽ തലയിൽ നിന്നും വേർപ്പെടാത്തതുമായ ഉടലിന് കേതു എന്നും പേര് സിദ്ധിച്ചു. അപ്പോൾ തന്നെ ഒറ്റിക്കൊടുത്തത് മൂലമുള്ള വൈരാഗ്യം തീർക്കാൻ, അപ്പോൾ സൂര്യചന്ദ്രന്മാരാണല്ലോ ഇത് പറഞ്ഞത്, അങ്ങനെ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആ അസുരൻ അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും ആക്രമിക്കാറുണ്ട്. അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്നാണ് കഥ. അപ്പം പിന്നെ ദേവകൾക്ക് ഭക്തിയോട് കൂടിയിട്ട് അവർക്ക് അമൃതൊക്കെ സേവിക്കാൻ പറ്റി. ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നും അവർ മോചിതരായി. അങ്ങനെ അവർ മഹാവിഷ്ണുവിനെയും മഹേശ്വരനെയും എല്ലാം വണങ്ങി എല്ലാവരും അവരുടെ വസതിയിലേക്ക്, വൈകുണ്ഠത്തിലേക്കും കൈലാസത്തിലേക്കും ഇന്ദ്രലോകത്തേക്കും സത്യലോകത്തിലേക്കൊക്കെ തിരിച്ചു പോയി. ഇതാണ്
പാലാഴി മഥനം. ഇവിടെയാണ്, ഈ സന്ദർഭത്തിലാണ് കൂർമാവതാരം എടുത്തത്, മോഹിനിയുടെ അവതാരം എടുത്തത്. പിന്നെ രാഹു കേതു അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ പാലാഴി മഥനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ കഥയിലെ പാലാഴി എന്ന് പറഞ്ഞാലേ പാല് നിറച്ച കടലൊന്നുമല്ല, നമ്മുടെ മനസ്സാണത്. മനസ്സിനെയാണ് പാലാഴിയായി സങ്കല്പിച്ചിരിക്കുന്നത്. ആ മനസ്സ് കടയുക എന്ന് പറഞ്ഞാലോ ധ്യാനിക്കുക എന്നതാണ് അർത്ഥം. അങ്ങനെ ധ്യാനത്തിൽ പൂർണ്ണതയിലെത്തുമ്പോൾ അമൃതാകുന്ന പരമജ്ഞാനം ലഭിക്കും. ഈ മല എന്ന് പറയണത്, അല്ലെങ്കിൽ മന്ദര പർവ്വതം എന്നൊക്കെ പറയണത് നമ്മുടെ വിവേകമാണ്. മന്ദര പർവ്വതം വിവേകം. പാമ്പ് നമ്മുടെ കാമ ലോഭ മോഹ വികാരങ്ങളും. നമ്മുടെ വികാരങ്ങളെ ദേവന്മാരാകുന്ന നല്ല ചിന്തകളും ഉണ്ട്, അസുരന്മാരാകുന്ന ചീത്ത ചിന്തകളും ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അങ്ങനെ സദാ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു തെറ്റ് ചെയ്യാനായി ഒരുങ്ങുമ്പോൾ ഒരു മനസ്സ് പറയും നീ ചെയ്തോളൂ എന്ന്, മറ്റൊരു മനസ്സ് പറയും അയ്യോ അങ്ങനെ ചെയ്യരുതേ, അത് പാപമാണ്, അത് തെറ്റാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ എന്നിട്ടാണല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. അതാണ് നമ്മുടെ വിവേകം. അപ്പോൾ കടയുന്നതിനിടയിൽ പർവ്വതം താഴ്ന്നു പോയി എന്ന് പറഞ്ഞില്ലേ, എന്താ അതിൻ്റെ അർത്ഥം? അത് വിവേകമാണ് താഴ്ന്നു പോയത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ വിവേകം താഴ്ന്നിട്ട് വികാരം ഉയർന്നു വരും. അപ്പോൾ അതാണ് ഓരോന്നും, പാലാഴി മഥനത്തിൻ്റെ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അർത്ഥവത്താണ്. പിന്നെയോ ഈ മല വീണ്ടും പൊക്കിക്കൊണ്ടുവന്നു. അതെന്താ? ഭഗവാൻ നമ്മുടെ നല്ല ചിന്ത ധ്യാനമൊക്കെ നമ്മുടെ നല്ല ബോധത്തെ വീണ്ടും പൊക്കിക്കൊണ്ടുവരും. അപ്പോൾ ഈ ബോധവും വിവേകവും രണ്ടാണ് അല്ലേ? പിന്നെ ഈ കുറ്റബോധം എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ അത് രണ്ടാണ്. ഒരു കാര്യം ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത് വിവേകമാണ്. ആ വിവേകം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ തെറ്റും കുറ്റമൊക്കെ ചെയ്യുന്നത്. പിന്നെയോ ഈ തിരിച്ചറിവ്, ഈ കൂർമ്മ അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമയുടെ പ്രത്യേകത എന്താ അറിയോ? അതിന് എല്ലാ അവയവങ്ങളും ഉള്ളിലേക്ക് വലിക്കാനാകും അല്ലേ? അതുപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം എന്ന് വെച്ചാൽ എല്ലാ കാമ മോഹ ലോഭങ്ങൾ ഒന്നും അടിമപ്പെടാൻ പാടില്ല നമ്മൾ അവയ്ക്കൊന്നും. എന്നിട്ട് വിവേകത്തെ വീണ്ടും ഉയർത്തണം. ഓരോ വട്ടം മനസ്സ് തെറ്റായ വഴിയിലേക്ക് പോകുമ്പോഴും ഭഗവാൻ തെറ്റായ വഴിയിലേക്ക് പോകുന്തോറും ഭഗവാൻ കൂർമ്മ അവതാരം എടുക്കേണ്ടത് നമ്മുടെ മനസ്സെന്ന പാലാഴിയിലാണ്. അപ്പം നമ്മൾ തന്നെ നമുക്ക് നല്ല ബുദ്ധി നമ്മൾ തന്നെ കൊണ്ടുവരണം. അങ്ങനെ വീണ്ടും വിവേകം ഉയർന്ന് ധ്യാനം തുടർന്നാൽ ആദ്യം മൂദേവിയാണ് വരിക എങ്കിലും പിന്നെ ശ്രീദേവി വരും അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ധ്യാനം മുറുകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചീത്ത വികാരങ്ങളും വിചാരങ്ങളൊക്കെ മാറി നല്ല കാര്യങ്ങളാണ് വരിക. പിന്നെയോ വീണ്ടും ധ്യാനം തുടരുന്നതിനനുസരിച്ചാണ് ഈ കൽപ്പവൃക്ഷം, കാമധേനു അങ്ങനെയുള്ള പലതും വരുന്നത്. വീണ്ടും തുടരുമ്പോൾ അവസാനം അമൃത്, അതായത് പരമാത്മജ്ഞാനം ലഭിക്കും. താൻ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള പരമമായ ബോധത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോന്നും നമ്മളെല്ലാം ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാതെ അതിൻ്റെ ഉള്ളിലുള്ള സത്തിനെ മനസ്സിലാക്കി ഓരോ കഥകളും വായിക്കാനും അത് മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം.